Hi friends, എല്ലാവർക്കും സിയ നെറ്റ്വർക്ക് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. പക്ഷേ ഈ സെക്ഷനിൽ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ച് പ്രോഗ്രാമിംഗുമായിട്ടാണ്. അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും പ്രോഗ്രാം പാർട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ പ്രോഗ്രാം പാർട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം നമുക്ക് ചിലപ്പോൾ ലക്കിനെങ്കാനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സെഷനിൽ നിന്നായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവത്തുള്ളൂ. എങ്കിൽ കൂടിയും നിങ്ങളെ ടോപ്പിൽ എത്തിക്കാൻ സഹായിക്കുന്ന ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാമിംഗ് സെക്ഷൻ ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സിൻടാക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിംഗിന്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ അതിന്റെ സിൻടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു പോർഷനാണ് ഈ പ്രോഗ്രാമിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ കൊല്ലുന്നൊന്നുമില്ല. എക്സാമിന് വരുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് എന്താണെന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. പ്രോഗ്രാമിംഗ് സെക്ഷൻ അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കൂടിയാണ്. എങ്കിലും നമുക്ക് ഒരിക്കൽ കൂടി ഇത് പറയുന്നതിൽ തെറ്റില്ല. ഈ ചാപ്റ്റേഴ്സിൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ എൽസി ഫ്ലറർ അല്ലെങ്കിൽ എൽസി സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ ഇവിടെ സ്വിച്ചിന്റെയും എൽസി സ്റ്റേറ്റ്മെന്റിന്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനകത്ത് നിന്ന് നമ്മൾ ഉറപ്പായിട്ട് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കാര്യം മറന്നു പോകാൻ പാടില്ല. അതേപോലെ തന്നെ ഇവിടെ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റും മറന്നു പോകാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഏറ്റവും ഫസ്റ്റ് സെഷനിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആ സെഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്ന പോർഷൻ ആയിരുന്നു ഇതും. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇത്. നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ച് വെച്ചിട്ട് തന്നെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. നിങ്ങളിത് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്നത് ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ്. അതും സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അത് നമ്മൾ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് നമ്മളിത് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഈ പോർഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളും ഇത് സ്കിപ്പ് ചെയ്യാതെ. ഇതെന്ന് പറയുന്നത് നമുക്കൊരു പ്രോഗ്രാം തരും, ഒരു കോഡ് തന്നിട്ട് ആ കോഡിൽ ഓരോ തവണയും മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൂപ്പ് എക്സിക്യൂട്ട് ഓരോ തവണയും ചെയ്യുന്ന സമയത്ത് അതിന്റെ വേരിയബിൾസിന് വരുന്ന വാല്യൂസിന്റെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്, അത് നമ്മൾ വാല്യൂസിന് വാല്യൂ കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നു. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം റീറൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഫോർ ലൂപ്പ് നമ്മൾ ഇങ്ങനെ ലൂപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ ലൂപ്പിന്റെയും സിൻടാക്സ് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതും അതുപോലെ തന്നെയാണ്. നമുക്ക് കോഡ് തന്നിട്ടുണ്ട്, നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യണം. അതിങ്ങനെ വാല്യൂസ് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യം ഐക്ക് 1 എന്ന് വാല്യൂ കൊടുത്തു. അപ്പൊ ഇനിഷ്യലൈസേഷൻ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ 1 ആണ്. ഈ 1<5 നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക, ട്രൂ ആണ്. അപ്പൊ ലൂപ്പ് ഒരു തവണ കൂടി എക്സിക്യൂട്ടഡ് ആകുമ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആവും. അങ്ങനെ ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് എന്താണ് ഇതിന്റെ ആൻസർ വരുന്നതെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടന്നു. എത്ര പെട്ടെന്ന് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വന്നല്ലേ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ചെയ്യേണ്ട പ്രോഗ്രാംസിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിന് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അറേസ് ഉപയോഗിച്ചിട്ടാണ്. അതായത് അറേസിന്റെ പ്രത്യേകത തന്നെ എന്താണ്, നമ്മൾ സെയിം ഡാറ്റ എലമെന്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, അറേസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ സ്റ്റോറിലൂടെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എക്സിക്യൂട്ട് അറേസിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം അല്ലെ. അറേസിലേക്ക് നമ്മൾ അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും എന്തെങ്കിലും അറേസിൽ വരിക. അപ്പം അറേസിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ച് ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒഴിവാക്കാൻ പാടില്ലാത്തതെല്ലാം നമ്മളത് ഉൾക്കൊള്ളിച്ച് വേണം പഠിക്കാൻ. അപ്പൊ ഈ പ്രോഗ്രാമില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിങ്ങിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അതിന് ഹെഡർ ഫയൽസ് വേണം, അതേപോലെ തന്നെ മെയിൻ ഫങ്ഷൻസ് വേണം, ഡിക്ലറേഷൻസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളും. അതേപോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എവിടെയാണ്, മെയിൻ ഫംഗ്ഷനിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചില്ല. അങ്ങനെ കുറച്ച് സിൻടാക്സും അതിന്റെ കുറച്ച് കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ട് അതിൻ്റെ ഒരു ലോജിക് പാർട്ട് ഉണ്ടാവും.
ഓരോ വ്യക്തിക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും അല്ലെ, ഈ പ്രോഗ്രാം എങ്ങനെ പോയാൽ എങ്ങനെ കിട്ടും എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്കത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി ഒത്തിരി പാടാന്നുള്ളവർ ഈ ഒരു പ്രോഗ്രാം സ്കിപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മളിത് ലാബിൽ ചെയ്ത പ്രോഗ്രാമാണ് അല്ലെ. അതായത് ഈവൻ നമ്പറിന്റെയും അതേപോലെ തന്നെ ഓഡ് നമ്പേഴ്സിന്റെയും ആവറേജും സമ്മും കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ലാബ് എക്സാമിന് ആഡ് ചെയ്ത് എക്സാമിന് അറ്റൻഡ് ചെയ്യാമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഫൈനൽ എക്സാമിനും ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കുക, പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ഷൻ. ഇത് കൂടുതലും ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടുവരാറുണ്ട് അറേസിൽ. ഇതും അതുപോലെ തന്നെയാണ്. ഇതൊരു കുഞ്ഞ് അറേ പ്രോഗ്രാം ആണ്. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ മതി. നമ്മൾ ഈ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇവിടെ ഗെറ്റ്സ് കണ്ടോ. സാധാരണ നമ്മൾ C++ പ്രോഗ്രാം എഴുതുമ്പോൾ സി ഔട്ട് എൻ്റർ എ സ്ട്രിങ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സി ഇൻ str എന്ന് കൊടുക്കും അല്ലെ. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗെറ്റ്സ് ഫംഗ്ഷൻ ആണ് അല്ലെ. ഈ ഗെറ്റ്സ് ഫംഗ്ഷൻ നമ്മളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെന്തിനാ, അറേസിലാണ്, സ്ട്രിംഗ് ഫംഗ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ അറേസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഗെറ്റ്സ് ഫംഗ്ഷനും അതേപോലെ തന്നെ ഗെറ്റ് ഫംഗ്ഷനും ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എല്ലാം നോക്കി ചെയ്യാട്ടോ. ഗെറ്റ്സ് ഫംഗ്ഷൻ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, വാല്യൂസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ലോവർ കേസ് അപ്പർ കേസ് പറഞ്ഞില്ലേ, ആ പ്രോഗ്രാം ആണ് ഇത്. അതായത് നമ്മൾ കൊടുക്കുന്ന ലോവർ കേസിലുള്ള ആ ഒരു സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പ്രോഗ്രാമാണിത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഒന്നുമില്ല, ഇതുണ്ടല്ലേ, നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തു, നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി സി ഔട്ട് കൊടുത്തു. ഒരു ഫോർ ലൂപ്പിനകത്തേക്ക് നമ്മൾ ആ എൻ്റർ ചെയ്തതിനെ നമ്മൾ ചെക്ക് ചെയ്യാണ്. എന്നിട്ട് ആ ഇതിനെ നമ്മൾ അപ്പർ കേസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്നതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. അത്രേ ഉള്ളൂ. ഇതും അതുപോലെ ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ഇങ്ങനെ ഒരു കോഡ് തരും. ഇങ്ങനെ ഒരു കോഡ് തന്നിട്ട് എന്ത് ഔട്ട്പുട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നതിന്. ഇവിടെ നമുക്കറിയാം, നമ്മൾ ലോജിക്കലി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രിംഗ് കോപ്പി ഫംഗ്ഷൻ ആണ്. സ്ട്രിംഗ് കോപ്പി ഫംഗ്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു അറേയിലുള്ള സ്ട്രിങ്ങിനെ മറ്റൊരു അറേയിലേക്ക് നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ട്രിംഗ് കോപ്പി ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ S1 എന്ന് പറയുന്ന ഒരു അറേ ഉണ്ട്, S2 എന്ന് പറയുന്ന ഒരു അറേ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സൈസ് 10 ആണ് നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, S1 എന്ന് പറയുന്ന ഒരു അറേയിൽ നമ്മൾ ഹെലോ എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പൊ ഹെലോ S1 എന്തുണ്ട്, ഹെലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഹെലോ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ നമുക്ക് S2ലേക്ക് നമുക്ക് കോപ്പി ചെയ്യണം. അതിനുള്ള സിന്റാക്സ് ആണ് ഇത്, സ്ട്രിംഗ് കോപ്പി S2, S1 എന്ന് പറയുന്നത്. അപ്പം ഡെഫിനറ്റ് ആയിട്ടും ഇപ്പൊ S2ൽ ആരുണ്ട്, ഈ ഹെലോ എന്ന് പറയുന്നതിന്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഡെഫിനറ്റ് ആയിട്ടും എന്താണ്, ഹെലോ. ഈ ഹെല്ലോ ആയിരിക്കില്ല. എന്താണ്, ഇത് S1ൽ എന്താണുള്ളത് അത് തന്നെയായിരിക്കും S2ലും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും എന്താണ്, ഈ ഹെലോ എന്ന് പറയുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ പ്രോഗ്രാമിംഗ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ ചെക്ക് ചെയ്യേണ്ട ഭാഗം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, റൈറ്റ് ദ വാല്യൂ ഓഫ് str എന്ന് പറയുന്നത് നമ്മുടെ അറേ നെയിം ആണ് ഇവിടുത്തെ. ഇഫ് ദ സ്ട്രിംഗ് ഹെലോ വേൾഡ് ഹാസ് ഇൻപുട്ട് ടു ദ കോഡ് ജസ്റ്റിഫൈ. നമ്മളിപ്പോൾ ഹെലോ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഇൻപുട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ str നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ വേണ്ട ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഹെലോ എന്ന് തന്നെയാണ്. ആക്ച്വലിയാണെങ്കിൽ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിനകത്ത് സ്പേസ് നമുക്ക് ഡിസിമിലർ ക്യാരക്ടർ ആയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് എന്ത് ചെയ്യുക, സ്പേസ് ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഹെലോ എന്ന് വേണ്ട ആൻസർ തരുന്നത്. അടുത്തത് റൈറ്റ് ദ എമൗണ്ട് ഓഫ് മെമ്മറി അലോക്കേറ്റഡ് ഫോർ ദ സ്റ്റോറിംഗ് അറേ. അതായത് ഇതിന്റെ മെമ്മറി ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എത്ര മെമ്മറി വേണം എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ മെമ്മറി അലോക്കേഷൻ സമയത്ത് നമ്മൾ ഓരോന്നിനും മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പഠിച്ചായിരുന്നു അല്ലെ. ഇപ്പൊ നമ്മുടെ ഇവിടെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടർ ആണ്. ക്യാരക്ടർ ഡേറ്റ ടൈപ്പിന് എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ തന്നെ ഈ str എന്ന് പറയുന്ന അറേയുടെ സൈസ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ നമ്മൾ 20 കൊടുത്തു. അപ്പൊ ഈക്വൽ ടു 20. അപ്പൊ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എത്ര വേണം ആൻസർ, 20 ബൈറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്.
ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇതും സ്കിപ്പ് ചെയ്ത് പോവരുത്. ഇങ്ങനെ ഒരു മെമ്മറി അലോക്കേഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് ഓൾറെഡി വി ക്യാൻ യൂസ് ഇൻപുട്ട് സ്ട്രിങ്. അതായത് നമുക്കൊരു ഇൻപുട്ട് സ്ട്രിങ്, നമുക്കൊരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? അതായത് CN പകരം നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗെറ്റ്സ് ഫംഗ്ഷൻ അല്ലേ. ഓക്കെ, അടുത്തതും ഇതേപോലെ തന്നെ ഒരു ഇതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മൾ അങ്ങനെ തേർഡ് ചാപ്റ്ററിലേക്ക് എത്തി. തേർഡ് ചാപ്റ്ററിൽ ഇവിടെ കൂടുതലും ഫംഗ്ഷൻ കോളിംഗ്, അതുപോലെ പാരാമീറ്റർ പാസിംഗ്, ആ ഒരു ഏരിയനെ ടച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ഈ ഒരു ഫംഗ്ഷൻസിനകത്തുനിന്ന് വരുന്നത്. പക്ഷെ ഫംഗ്ഷൻസിനകത്തുനിന്നും സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാംസും വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റൈറ്റ് എ കോഡ് ടു ഡു ദ ഫോളോയിങ്. അതായത് നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ടഫ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാവുള്ളൂ, അല്ലാതെ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. കാരണം ഈ കോൾ ബൈ വാല്യൂ മെത്തേഡും അതായത് കോൾ ബൈ റെഫറൻസ് മെത്തേഡും അതുപോലെ ഫോർമൽ ആർഗ്യുമെന്റ്സും അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഓരോന്നിനകത്തേക്ക് വാല്യൂസ് എങ്ങനെ പാസ് ചെയ്യുന്നു എന്നുള്ള ഒരു മെക്കാനിസം, ഒരു ഇതാണ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫംഗ്ഷന്റെ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞത് എക്സാം ഓറിയന്റഡ് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 or 2 പ്രോഗ്രാംസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മാത്രമേ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പ്രോഗ്രാമാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ ക്ലാസ് അപ്ലോഡ് ചെയ്യുക. അപ്പം മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ കുറച്ച് സമയം കൂടെ നൽകിക്കൊണ്ടാണ് ഞാനിത് ഓരോ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ പ്രീമിയർ ആയിട്ട് ഞാൻ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് യൂട്യൂബ് അത് നിങ്ങളിലേക്ക് എത്തിച്ചോളും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൊത്തം ഓരോ ദിവസം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ വന്ന് യൂട്യൂബിലേക്ക് വന്ന് കിടക്കത്തേ ഉള്ളൂ. അതായത് യൂട്യൂബിന്റെ മെമ്മറിയും വെറുതെ കളയണ്ടല്ലോ അന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പം അത് അവിടെ ഇങ്ങനെ വന്ന് കിടക്കത്തേ ഉള്ളൂ. നിങ്ങളത് പ്രിപ്പയർ ചെയ്തില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തായാലും ഞാനിവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പം ലാസ്റ്റ് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് നോക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടാവുക. എനിക്ക് അറിഞ്ഞൂടെ? പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ തരുന്ന പോർഷൻസ് അന്നേരം തന്നെ നിങ്ങൾ കവർ ചെയ്യാൻ നോക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ ടോപ്പിക്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരു കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ ഞാൻ തരുന്ന ഗ്യാപ്പിനുള്ളിൽ തന്നെ നിങ്ങൾ ആ ഒരു പോർഷൻസ് നിങ്ങൾ കവർ ചെയ്യണം. ഇപ്പം നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് ആണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കണം, നന്നായിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് അതിനുകൂടിയായിട്ടാണ് ഞാൻ ആ ഗ്യാപ്പ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.